ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. മൊഡ്യൂൾ 1 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല. ഓരോ പ്രിൻസിപ്പിളും എന്താണ് അതിൻ്റെ ആശയം എന്ന് മാത്രം പറഞ്ഞിട്ടാണ് ഇന്നത്തെ ക്ലാസ് പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. അതായത് സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നൊക്കെ പറയും. എന്താണ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്? അതായത് ബിസിനസ്സിനെ സെപ്പറേറ്റ് ആയിട്ടൊരു യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണ്. ബിസിനസ്സിന് അക്കൗണ്ടിങ്ങിൽ സെപ്പറേറ്റ് ആയിട്ടൊരു എൻറ്റിറ്റി ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ടുള്ള നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അതായത് ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണ് എന്നുള്ളതാണ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് നമ്മൾ പറയുന്നത് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റാണ്. ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും രണ്ട് ഇഫക്റ്റുകളുണ്ട്. ഒന്ന് അതിൻ്റെ ഡെബിറ്റ് ആസ്പെക്റ്റും മറ്റൊന്ന് അതിൻ്റെ ക്രെഡിറ്റ് ആസ്പെക്റ്റും, അല്ലെങ്കിൽ റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും. ഇങ്ങനെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്ന രണ്ട് ഇഫക്റ്റുകൾ, രണ്ട് ആസ്പെക്റ്റുകൾ എല്ലാ ട്രാൻസാക്ഷനും ഉണ്ട് എന്നുള്ളതാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ബിസിനസ് ഒരു ലോങ് പീരീഡിലേക്ക് നിലനിൽക്കുന്നതാണ്, എക്സിസ്റ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് തന്നെ ലിക്വിഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ ആരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എല്ലാ ബിസിനസ്സുകളും ഒരു ലോങ് പീരീഡിലേക്ക് നിലനിൽക്കും എന്നുള്ള അസംഷനിലാണ് ഓരോ ബിസിനസ്സുകളും ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ദെൻ അടുത്തത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റാണ്. ഈ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് നമുക്കറിയാം, ബിസിനസ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ലൈഫുണ്ട്. ചിലപ്പോൾ 10 വർഷം 20 വർഷമൊക്കെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ബിസിനസ്സിൻ്റെ ഈ എൻ്റയർ ലൈഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടൈം ഇൻ്റർവെല്ല് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രോഫിറ്റ് കാണാനും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കണക്കുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നിശ്ചിത പീരീഡിലേക്ക്, ഒരു ടൈം ഇൻ്റർവെല്ലിലേക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് യൂഷ്വലി 1 ഇയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരമാണ് ഓരോ വർഷം കൂടുമ്പോഴും ലാഭവും നഷ്ടമൊക്കെ നോക്കുന്നത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരമാണ്. ഓക്കെ, അതായത് ബിസിനസ്സിൻ്റെ എൻ്റയർ ലൈഫിനെ ഡിവൈഡ് ചെയ്തിട്ടൊരു ടൈം ഇൻ്റർവെൽസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആക്കുന്നുണ്ട് എന്നുള്ളതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അടുത്തത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് നമുക്കറിയാം, പണത്തിൻ്റെ ഭാഷയിൽ ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. പണത്തിൻ്റെ ഭാഷയിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. പിന്നെ പറയുന്നത് കോസ്റ്റ് കൺസെപ്റ്റാണ്. ഈ കോസ്റ്റ് കൺസെപ്റ്റ് നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അസറ്റുകൾ എൻറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ അസറ്റുകൾ റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ അക്വയർ പ്രൈസ് നോക്കിയിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്ത് വിലയാണോ കൊടുത്തത്, അതിൻ്റെ മാർക്കറ്റ് വിലയൊന്നുമല്ല, അത് അക്വയർ ചെയ്യാൻ നമുക്ക് വന്നത്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് അടക്കം, അതിൻ്റെ ഫിറ്റിംഗ് ചാർജൊക്കെ അടക്കം നമുക്ക് എന്താണോ അതിൻ്റെ അക്വയറിങ് കോസ്റ്റായിട്ട് വന്നത്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു അസറ്റിൻ്റെ വിലയായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അടുത്തത് മാച്ചിങ് കൺസെപ്റ്റാണ്. മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ബിസിനസ്സിൻ്റെ എല്ലാ എക്സ്പെൻസുകളും അതിൻ്റെ റവന്യൂ ആയിട്ട് മാച്ച് ചെയ്യണം എന്നുള്ളതാണ് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്യുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളൊക്കെ ആഡ് ചെയ്യുന്നതും, അതേപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ലെസ് ചെയ്യുന്നതും, അതേപോലെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലെസ് ചെയ്യുന്നതും, അതേപോലെ നമ്മൾ മുൻകൂട്ടി കൊടുത്തത്, അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരമാണ്. അതായത് ഓരോ എക്സ്പെൻസുകളും അതായത് റവന്യൂ ആയിട്ട് മാച്ച് ചെയ്യണം എന്നുള്ളതാണ് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഇനി അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും അക്രൂവൽ കൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴാണോ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ റവന്യൂ നടക്കുന്നത് ആ സമയത്താണത് റെക്കോർഡ് ചെയ്യുന്നത്. അതല്ലാതെ അതിൻ്റെ പേയ്മെൻറ്റ് നടക്കുമ്പോഴല്ല, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ക്യാഷ് കിട്ടുമ്പോഴല്ല എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു എക്സ്പെൻസ് അവിടെ സംഭവിച്ചു, പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അടുത്ത വർഷത്തിലാണെന്നുണ്ടെങ്കിലും
നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴാണോ ആ എക്സ്പെൻസ് നമുക്ക് സംഭവിച്ചത് ആ സമയത്താണ് നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ റവന്യൂ, ഇതാണ് അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്രൂവൽ കൺസെപ്റ്റിൻ്റെ ഒരു കോമ്പോണൻ്റാണ്. അതായത് എപ്പോഴാണോ റവന്യൂ റിയലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു റവന്യൂ എപ്പോഴാണോ നടക്കുന്നത്, ഒക്കർ ചെയ്യുന്നത്, ആ സമയത്താണത് റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മളൊരു സെയിൽ നടന്നു, പക്ഷേ ഡിസംബറിൽ സെയിൽ നടന്നു, അടുത്ത ജനുവരിയിലാണ് ക്യാഷ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും ഡിസംബറിൽ ആ സെയിൽ നടന്നതായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇതാണ് റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് വേരിഫയബിൾ ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റാണ്. ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾസ് എന്നൊക്കെ നമ്മൾ പറയും. അതിൽ പറയുന്നത് എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യേണ്ടത് വിത്ത് എവിഡൻസോട് കൂടിയാണ്, സപ്പോർട്ടഡ് ഡോക്യുമെൻറ്റോട് കൂടിയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബില്ല്, വൗച്ചർ അല്ലെങ്കിൽ ഇൻവോയ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വേരിഫയബിൾ ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. പിന്നെ പറയുന്നത് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ ആണ്. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിൽ പറയുന്നത് എല്ലാ മെറ്റീരിയൽ ഫാക്റ്റുകളും, ബിസിനസ്സിലുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും, ഇൻഫർമേഷൻസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ്ങിൽ കാണിച്ചിരിക്കണം എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയും. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഫുട് നോട്ടായിട്ട് അത് കാണിക്കേണ്ടതാണ്. ഇങ്ങനെ എന്തെങ്കിലും ബിസിനസ്സിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അക്കൗണ്ടിങ്ങിൽ കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. മെറ്റീരിയൽ ഫാക്റ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്ത് കാണിക്കണം എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ഫാക്റ്റ് എന്ത് ചെയ്യണം, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്മെറ്റീരിയൽ ഫാക്റ്റുകൾ ഇഗ്നോർ ചെയ്യണം എന്നുള്ളതാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ തീരുമാനങ്ങളെ അഫക്റ്റ് ചെയ്യാത്ത ചെറിയ ചെറിയ വാല്യൂ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വലിയ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സ്റ്റേഷനറിയൊക്കെ കാണിക്കുന്നത് അസറ്റായിട്ട്, നമ്മളിപ്പം പിന്നെന്താ പറയുക, സ്റ്റേഷനറി ഈ ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ സ്റ്റേഷനറി ആയിട്ട് കാണിക്കുക, അസറ്റായിട്ട് കാണിക്കാതെ സ്റ്റേഷനറി ആയിട്ട് കാണിക്കുന്നതൊക്കെ എന്താണ്, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരമാണ്. അതേപോലെ തന്നെ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്ഥിരത ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഡിപ്രീസിയേഷൻ്റെ മെത്തേഡൊക്കെ ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡൊക്കെ ഉണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ്, ഇപ്പം സ്ട്രൈറ്റ് ലൈൻ ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് ഓരോ വർഷവും അത് തന്നെ ഫോളോ ചെയ്യണം. ഓരോ വർഷം കഴിയുമ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പറയുന്നത്. നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറേ വർഷങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളിൽ പറയുന്നത്. അല്ലെങ്കിൽ ഇയർ ആഫ്റ്റർ ഇയറിൽ അത് ചേഞ്ച് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പോസിബിൾ ആയിട്ടുള്ള നമുക്ക് വരാൻ പോകുന്ന പോസിബിൾ ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യുകയും അതേപോലെ തന്നെ ആൻറ്റിസിപ്പേറ്റഡ് ഗെയിനിനെ ഇഗ്നോർ ചെയ്യുകയും വേണം. അതായത് ഇപ്പോൾ നമുക്കൊരു ലോസ് നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. നമ്മൾ പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണത് അതിൻ്റെ ഭാഗമാണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷനോ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ്, ബാഡ് ഡെപ്റ്റ് ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അതേപോലെ ആൻറ്റിസിപ്പേറ്റഡ് ഗെയിൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇഗ്നോർ ചെയ്യണം. അതായത് നമുക്കൊരു ലാഭം, ഇപ്പോൾ മാർക്കറ്റ് വാല്യൂവും അതേപോലെ തന്നെ നമ്മൾ കോസ്റ്റ് പ്രൈസും കമ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ഗെയിൻ അവിടെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെയുള്ള ആൻറ്റിസിപ്പേറ്റഡ് ഗെയിന് നമ്മൾ എന്ത് ചെയ്യണം, ഇഗ്നോർ ചെയ്യണം. എന്നുകൊണ്ട് പറയാം, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിബിൾ ആയിട്ടുള്ള ആൻറ്റിസിപ്പേറ്റഡ് ലോസിനെ കൺസിഡർ ചെയ്യുകയും അതായത് റെക്കോർഡ് ചെയ്യുകയും അതേപോലെ ആൻറ്റിസിപ്പേറ്റഡ് ഗെയിനിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇഗ്നോർ ചെയ്യുകയും വേണം എന്നുള്ളതാണ് നമ്മൾ കൺസർവേറ്റിസം പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്രിൻസിപ്പിൾസിനെ നമ്മളൊന്ന് ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും.